ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ശ്രുതി അമ്മയോട് പറയുകയാണ്, അമ്മ വിവാഹത്തിന് വരാൻ പാടില്ല, ഈ ഒരു കത്ത് തന്നെന്ന് കരുതി, അതായത് കല്യാണക്കുറി കൊടുത്തെന്ന് കരുതി ഇത് അമ്മയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള വരാനുള്ള ഒരിതല്ല, അമ്മ വിവാഹത്തിന് വേണ്ട, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു, ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ല, സ്വന്തം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കരുത് എന്ന് മകൾ തന്നെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന അത് അമ്മയ്ക്കേ അറിയുകയുള്ളൂ. ആ ഒരു അമ്മ വല്ലാതെ വിഷമിച്ചു. അപ്പോഴേക്കും മാറി നിന്ന് ദൂരെ നിന്ന് കണ്ടോളാന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ രേവതിയല്ല, ശ്രുതി സമ്മതിക്കുന്നില്ല. ശ്രുതി പറയുന്നത്, അതെ അമ്മ എൻ്റെ ഒരു വിവാഹം കണ്ടായിരുന്നല്ലോ, അല്ല എന്നെ ഒരു വിവാഹം കഴിപ്പിച്ചിട്ടല്ലേ അമ്മ എന്നെ ഈ ഗതിയിലാക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും, മോൾ അതെന്നെ കൂടുതലൊന്നും ഓർമ്മിപ്പിക്കരുത്, കാരണം അമ്മയ്ക്ക് മോൾക്കൊരു ജീവിതം ഉണ്ടാക്കി തരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് നല്ല ജീവിതമാണെന്ന് കരുതി തന്നെയാണല്ലോ വിവാഹം കഴിച്ചതും, അതിലാണല്ലോ ഈ കുട്ടി ഉണ്ടായതും. ദേ അമ്മയെ നിർത്ത്, അമ്മ ഇനി കൂടുതൽ നിന്ന് സംസാരിക്കരുത്, ഇതൊക്കെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ. അല്ല മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നെങ്കിലുമൊക്കെ ഇത് അറിയില്ലേ, മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ, അതും മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന് അത് അറിയാത്ത ഒരു ദിവസം ഉണ്ടാവില്ല, അവനെ ഏതായാലും നീ ഒന്ന് പ്രസവിച്ചതാണെന്നും ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ മോൾ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അമ്മ ഒരു കാര്യം ചെയ്യ്, ദയവ് ചെയ്ത് ഇതൊന്നും ഇവിടെ വെച്ച് മിണ്ടരുത്, പറയരുത്. അമ്മ ഇപ്പം പോകാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു വിവാഹം അമ്മ കണ്ടല്ലോ, ഒരു വിവാഹ പെണ്ണായിട്ട് നിൽക്കുന്നത് അമ്മ കണ്ടതല്ലേ, പിന്നെ ഇനി എന്ത് കാണാനാ? എനിക്കിതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. എന്തൊക്കെ പറഞ്ഞാലും അമ്മ വിവാഹത്തിന് വരാൻ പാടില്ല. പിന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയട്ടെ, പിന്നെ ഞാൻ പതിയെ സുധീനോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഞാൻ തന്നെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ സുധിയും കൂട്ടി അങ്ങോട്ടേക്ക് വരും. അമ്മ ഇപ്പം ഇവിടെ നിന്ന് പോകണം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ആ അമ്മ വളരെ വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ ശ്രുതിയുടെ മകനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഏതായാലും ശ്രുതിയുടെ മകൻ പോകാൻ തയ്യാറാകുന്നില്ല. ആൻറ്റി, ഞാൻ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പൊക്കോട്ടെ ആൻറ്റി, എനിക്ക് ഈ സ്ഥലമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നമ്മുടെ അവിടുത്തെ സ്ഥലത്തേക്കാളൊക്കെ എന്ത് നല്ല സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് ആൻറ്റിയുടെ കൂടെ നിൽക്കാൻ ഇച്ചിരി കൊതിയുണ്ട് ആൻറ്റി, ഞാൻ ഒരു ദിവസം ആൻറ്റിയുടെ കൂടെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, മോനെ കുറച്ച് ദിവസം ഞാനിവിടെ കൊണ്ട് നിർത്താം, ഏതായാലും കുറച്ച് ദിവസം കഴിയട്ടെ, അത് കഴിയുമ്പോൾ ആൻറ്റി അങ്ങോട്ടേക്ക് കുറേ ടോയ്സും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് വരാം, പിന്നെ മോൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എടി നീ ഒരു കാര്യം ചെയ്യുക, ഇവരുടെ കൂടെ പോയിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങളും അവനാവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം എന്നിങ്ങനെ കൂട്ടുകാരിയോട് പറഞ്ഞു. ഏതായാലും കൂട്ടുകാരിയോട് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ മോനിപ്പം വേറൊന്നും അല്ല വേണ്ടത്, മോൻ വളർന്നു വരിക, അവന് ഒരമ്മയുടെ സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ അവന് കളിപ്പാട്ടങ്ങളും കളിക്കോപ്പുകളൊക്കെ കൊടുത്ത് പറ്റിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം, അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ, എന്നെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കരുത്, ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് ഇപ്പോൾ വലിയ തെറ്റായിപ്പോയോ, അമ്മ കല്യാണക്കാരുടെ ഒന്ന് കണ്ടോട്ടെ, അതിനു മുമ്പ് ഒരു അനുഗ്രഹം മേടിക്കാൻ ഓർത്താ ഞാൻ വിളിച്ചു വരുത്തിയത്, ദയവ് ചെയ്ത് ഇവനെ കൂട്ടിക്കൊണ്ട് അമ്മ ഇവിടുന്ന് പോ, മോനെ ഏതായാലും പൊക്കോട്ടോ, ആൻറ്റി വരാം, ആൻറ്റി ഒരു ദിവസം വരുമ്പം കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് വരും, എന്നിട്ട് ആൻറ്റി ഒരു ദിവസം മോനെ ഇവിടെ കൊണ്ട് നിർത്താട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് വിടുകയാണ് ചെയ്യുന്നത്. ഏതായാലും വലിയ വിഷമം തന്നെയാണ് ശ്രുതിയുടെ അമ്മയ്ക്കുള്ളത്, കാരണം വേറൊന്നുമല്ല, സ്വന്തം മകൾ ഇങ്ങനെ കള്ളത്തരത്തിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ആയുസ് ഉണ്ടാകും എന്ന് ആ അമ്മയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ നമ്മുടെ ശ്രുതിക്ക് അത് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലെന്ന് വേണം പറയാൻ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതിയും സച്ചിയും അച്ചമ്മയൊക്കെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വേറെ ഒന്നിനുമല്ല കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത്, അവിടെ ചെന്ന് ശാന്തിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സച്ചിയും രേവതി അവിടെ കിടന്നു അടിയുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും അച്ചമ്മ ഇത് അമ്പലം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല, അത് വേറെ കാര്യം, സച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ പോയി തൊഴുതോ, ഞാനൊന്ന് ജോത്സ്യനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മയും പാറുവമ്മയും കൂടെ നേരെ ജോത്സ്യനെ കാണാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ അപകടങ്ങളൊക്കെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവരിതുവരെ ഒന്നിച്ചിട്ടില്ല, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്വാമി, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവരിതുവരെ ഒന്നിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരും ഒന്നാവുക. ഞാൻ പറയട്ടെ, നാളെ ഒരു ശുഭമുഹൂർത്തമുണ്ട്, അതേതായാലും ശാന്തി മുഹൂർത്തത്തിന് പറ്റിയതാണ്, അതുകൊണ്ട് ഞാൻ പറയാം, 9 മണിക്കും 11 മണിക്കും ഇടയ്ക്കൊരു മുഹൂർത്തം, ആ ഒരു മുഹൂർത്തത്തിൽ അവരൊന്നാകുകയാണെങ്കിൽ അവർക്ക്
നല്ല സന്താനങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ഐശ്വര്യവും ദീർഘായുസ്സും ദീർഘസുഭങ്കലിയായിട്ടിരിക്കാനൊക്കെ ആ കുട്ടിക്ക് പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിക്കോ എന്നിങ്ങനെ ജോത്സ്യം പറഞ്ഞിട്ട്, ഇതല്ലാതെ വേറൊരു പ്രതിവിധിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ അച്ഛമ്മയും പാറൂട്ടിയമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പം പാറുവമ്മ ചോദിച്ചു, അല്ല ഇവർക്ക് എന്ത് ശാന്തി മുഹൂർത്തം നടത്താനാ? അല്ല, ഏത് നേരം രണ്ടും നേർക്ക് നേർ കണ്ട കീരിയും പാമ്പുവാ. ഇതിനിടയിൽ എന്തൊക്കെ നടക്കുന്ന ദൈവത്തിനറിയാം. ഇതൊക്കെ വെറുതെ ആയി പോകുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ പൊന്ന് കലാവതി അമ്മ എന്നിങ്ങനെ കലാവതിയോട് പറഞ്ഞു. അപ്പോൾ കലാവതി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും അവർ ഒന്നിപ്പിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എങ്ങനെയെങ്കിലും രണ്ടുപേരും ഒന്നാകണം. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രേവതിക്കും എൻ്റെ സച്ചിക്കും ഒരു കുഞ്ഞുണ്ടായും എനിക്ക് കാണണം. അതിനുവേണ്ടി എന്ത് ഞാൻ ചെയ്യും. ഏതായാലും അവനോട് ഈ വിവരം ഒന്ന് പറഞ്ഞു നോക്കാം, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞു നോക്ക്. ഉള്ള മുരിങ്ങയിലേ മുരിങ്ങക്കോലും മുരിങ്ങവേരൊക്കെ തീർന്നിനി ആ മുരിങ്ങ കരിഞ്ഞു പോയാലും ഇവിടെ ഒന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പാറുമ്മ പറഞ്ഞപ്പോഴത്തേക്ക്, നിൻ്റെ വായും കൊണ്ടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ട് വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ സച്ചിയോട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഞാനിപ്പം ശാന്തിനെ കണ്ടു. ശാന്തി വേറൊന്നുമല്ല പറഞ്ഞത്, ഉടനെ തന്നെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം അത് വേണമെന്ന്. അച്ഛമ്മ എന്താ ഈ പറയുന്നത്? ശാന്തി മുഹൂർത്തമോ? അത് കല്യാണത്തിൻ്റെ അന്ന് തന്നെ കഴിഞ്ഞതല്ലേ? എന്ത് കഴിഞ്ഞെന്നാ നീ പറയുന്നത്? നീ മിണ്ടിപ്പോകരുത്. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും സച്ചി നിന്നോട്. ഞാനൊരു കാര്യം പറയാം, എത്രയും പെട്ടെന്ന് നീ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ശാന്തി എനിക്കൊരു മുഹൂർത്തം കുറിച്ച് തന്നിട്ടുണ്ട്. 9-നും 11-നും ഇടയിൽ. അതൊരു നല്ലൊരു ശുഭമുഹൂർത്തമാണ്. ആ ഒരു സമയത്ത് ഏതായാലും എല്ലാം നടന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛമ്മ എന്താ ഈ പറയുന്നത്? എന്താ ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? അച്ഛമ്മ, അതിനൊക്കെ ഒരു മനസ്സ്, അതെന്താ നിനക്ക് മനസ്സിലാത്തത്? അല്ല, നീ വിവാഹത്തിന് സമ്മതിച്ചിട്ടല്ലേ ഈ വിവാഹം നടന്നത്. നിന്നെ സമ്മതിപ്പിക്കാതെ നിന്റെ കൈയെടുത്ത് അവളുടെ കഴുത്തിൽ വെച്ച് കെട്ടിപ്പിക്കുകയൊന്നും അല്ലായിരുന്നല്ലോ ആരും. അതുകൊണ്ട് ഇതേ പറ്റുമോ നിനക്ക്? പറ്റിയില്ലെങ്കിലേ നീ ഇവിടെ നിന്ന് പൊക്കോ. എങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് പോവാ. ഞാൻ പൊക്കോളാം. ഞാൻ പോയി എൻ്റെ വണ്ടി ഓടിച്ച് അവിടെ എങ്ങാനും സുഖമായിട്ട് കഴിഞ്ഞോളാം. എന്തിനാ വെറുതെ ഇവിടെ കൊണ്ടിട്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ പോ. അല്ലെങ്കിലും എനിക്കറിയാം നിനക്കിപ്പോൾ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. നിൻ്റെ അമ്മ തള്ളിക്കളഞ്ഞപ്പോഴേ ഈ കയ്യിലാടാ നിന്നെ കൊണ്ട് നടന്ന് ഞാൻ വളർത്തിയത്. നിന്നെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ നിലത്തും വെക്കാതെ തലയിലും വെക്കാതെ കൊണ്ടു നടന്നതിനുള്ള ഒരു പ്രതിഫലമായിരിക്കും നീ ഇപ്പോൾ എനിക്ക് തരുന്നതല്ലേ. എല്ലാ മക്കളെയും പോലെ നീയും ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കോ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ. എനിക്കിനി ആരുമില്ല, എന്നെ തേടി ആരും വരണ്ട. ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം. ഞാൻ എവിടെയെങ്കിലും പോയേ എന്തെങ്കിലും ചെയ്തോളാം. അല്ലെങ്കിൽ പിന്നെ ഈ വീടും എല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇരുന്നോളാം. അത് മതിയല്ലോ. ഇനിയുള്ള കാലം എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി. പല സ്വപ്നങ്ങളുണ്ട്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാവതിയുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പം സച്ചിയുടെ മനസ്സറിഞ്ഞു. സച്ചി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞത് അംഗീകരിക്കാം, എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ സമ്മതിച്ചു. ഏതായാലും ഇത് കേട്ട ഉടനെ അച്ചമ്മയ്ക്ക് സന്തോഷമായിട്ടോ. അച്ചമ്മ, എൻ്റെ മോനെ നീ എന്താ പറഞ്ഞത്? അതെ, അച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ സമ്മതിക്കാം. അല്ലാതിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പാറുകുട്ടിയമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. രേവതിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളമാണെന്ന് പറയാമെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ശ്രീകാന്തിനെയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനെ വിളിക്കുകയാണ് വർഷ. എന്നിട്ട് ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. സോറി, അത് വിളിച്ചത് കഴിഞ്ഞതാണേ, അറിയാതെ പറഞ്ഞു പോയത്. അപ്പം വിളിച്ച് കഴിഞ്ഞിട്ട് ശ്രീകാന്തിനെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ, ശ്രീകാന്ത് എങ്ങനെയെങ്കിലുമൊക്കെ അയാൾക്ക് അടിയൊക്കെ കൊടുത്തെന്ന് അറിയണ്ടേ. അതായത് ശ്രീകാന്തിനിട്ട് തന്നെയാണ് അടി കൊടുക്കാൻ വേണ്ടി വർഷ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തുന്ന ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് തന്നെ പെടാപ്പാട് പെടുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ശ്രീകാന്ത് തന്നെ തലയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി കൈയൊക്കെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. അപ്പം കുറേശ്ശെ ഒരു ഇഷ്ടമുണ്ട് നമ്മുടെ വർഷയുടെ അടുത്ത് ശ്രീകാന്തിന്. അങ്ങനെ ശ്രീകാന്ത് ഒരു വിധത്തിൽ ചുമ്മാ ഒരു തലക്കെട്ടൊക്കെ കെട്ടി ഇവിടെ ശകലം ബ്ലഡൊക്കെ പോലെ എന്തോ കളറൊക്കെ തേച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു കേട്ടോ. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അങ്ങനെ വർഷ പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, ഞാനും കൂടെ വരത്തില്ലായിരുന്നു, എനിക്കും അയാൾക്കിട്ടൊരു അടി കൊടുക്കണമെന്ന് ഇങ്ങനെ വിളിച്ച് നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ നല്ല അടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏതായാലും അവനൊരു 3-4 മാസത്തേന് പൊങ്ങാൻ പോകുന്നില്ല, അവൻ കെട്ടപ്പ് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പം, ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ ഞാൻ നിങ്ങളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ഇനി എന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിനും വലിയ സന്തോഷമായി. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് എൻ്റെ ഈശ്വര ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ്. വർഷയ്ക്കാണെങ്കിൽ അതിയായ സന്തോഷവുമായി. അപ്പം വർഷയാണെങ്കിൽ ഏതായാലും മനസ്സിലൊരു കാര്യം തീരുമാനിക്കുകയാണ്, എനിക്ക് നേരിട്ട് ചെന്നൊരു സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വർഷയ്ക്ക് പോകാമല്ലോ. അപ്പോൾ വർഷ അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. നമ്മുടെ ശ്രീകാന്ത് ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താകും ഏതാകും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് വെളിയിലൊന്ന് പോകണം. അപ്പം ശാന്തി മുഹൂർത്തവും കുറിച്ചേക്കാണ്. അപ്പോൾ ഇന്ന് രാത്രി എങ്ങാണ്ടാണ് ശാന്തി മുഹൂർത്തം. അപ്പം സച്ചിനെ വെളി വിടുന്നില്ല. നമ്മുടെ അച്ചമ്മ സമ്മതിക്കുന്നില്ല. നീ പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ലെന്ന് അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ ഞാൻ കറക്റ്റായിട്ടും വരും അമ്മേ, ഞാനൊന്ന് പോട്ടെ, ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ സമ്മതമൊക്കെ മേടിച്ചു. അങ്ങനെ രേവതിയും പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞപ്പോൾ നിൻ്റെ പെണ്ണുമ്പുള്ള പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വേറൊരു കാര്യമില്ല, നീ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സച്ചി വീട്ടിൽ നിന്ന് വട്ടുപിടിച്ചാട്ടോ ഇറങ്ങി പോകുന്നത്. കാരണം സച്ചിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ലാത്ത കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് സത്യം പറഞ്ഞാൽ വട്ടാ, ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പെണ്ണിനെ കിട്ടാതിരിക്കുമോ വിവാഹം കഴിക്കാൻ, അപ്പോൾ നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ എന്താടാ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അതിനിപ്പം വിവാഹം കഴിക്കാനൊന്നും ഇരുന്നതല്ലല്ലോ, എനിക്ക് ഈ വിവാഹ ജീവിതം ഒന്നും സെറ്റാവില്ല, എനിക്ക് ഒത്തിരി കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കൂട്ടുകാരനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ വിളിക്കുകയാണ് വണ്ടിയുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. നമ്മുടെ സച്ചിക്ക് ഏത് നേരവും വണ്ടി പൈസ കടം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതായാലും കൂട്ടുകാരനെ വിളിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ ഞാൻ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടുമല്ല, ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, വൈകിട്ടും ഓടുന്നുണ്ട് രാവിലെയും ഓടുന്നുണ്ട്, നിൻ്റെ വണ്ടിയുടെ CC ഒക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സന്തോഷമായി നമ്മുടെ സച്ചിക്ക്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിയോട് ഓരോ കാര്യങ്ങളൊക്കെ അച്ചമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മോള് വേണം എല്ലാത്തിനും മുൻകൈ എടുക്കാൻ, അറിയാലോ അവൻ്റെ സ്വഭാവം, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം വേറൊന്നും മോളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം മോൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, മോള് വേണം സ്നേഹിച്ച് അവനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ, എല്ലാം നടക്കും, അങ്ങനെ മാത്രം കരുതിയാൽ മതി, അവൻ നല്ല സ്വഭാവമുള്ള ഒരുത്തനാ, അതുമല്ല ശാന്തി പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മനസ്സൊക്കെ മാറുന്നു, പിന്നെ നിങ്ങൾ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വരുത്തുകയും മണിയറ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ അച്ചമ്മ ഒത്തിരി ആഗ്രഹത്തോടു കൂടി തന്നെ ഇങ്ങനെ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ രവീന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇവിടെ ശാന്തി മുഹൂർത്തം ഒരുക്കുകയാണെന്നൊക്കെ. അങ്ങനെ രവീന്ദ്രനും വലിയ സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ. രാവിലെ ഒരു 6:45 ആകുമ്പോൾ തന്നെ നമ്മൾ എന്നും ഫുൾ വിശേഷം ഇടുന്നതാണ്. നാളെ 6:45 ആകുമ്പോൾ ഫുൾ വിശേഷം വരുന്നതായിരിക്കും. ഇപ്പോൾ മറക്കാതെ കയറി കാണണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.